ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ചിക്കൻ ചാർക്കോൾ റെസിപ്പി വീഡിയോ ആണ്. അതും എയർ ഫ്രയർ വെച്ച് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചിക്കൻ ചാർക്കോൾ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. സോ നേരെ വീട്ടിലിട്ടെ. ആദ്യം തന്നെ ഞാനിതാ ഇത്ര വെളുത്തുള്ളി, കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, പിന്നെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. വെളുത്തുള്ളി അധികം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇത്ര വെളുത്തുള്ളി എടുക്കണ്ട, ഇതിൻ്റെ ഹാഫ് എടുത്താൽ മതി. നമുക്ക് നേരെ മിക്സിയിലേക്ക് ഇടാം. നമുക്ക് ഏത് ഫ്ലേവറിൽ വേണോ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ചാർക്കോൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ചിട്ട് എങ്ങനെയും മാറ്റാം. ഇപ്പോൾ ഗാർലിക്ക് കൂടുതൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഗാർലിക്ക് കുറച്ചിട്ട്, എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾ പച്ചമുളക് കൂട്ടിയിടാം. അങ്ങനെ ഡിപ്പെൻസ് അപ്പോൺ യു. നിങ്ങൾക്ക് ഏത് ഫ്ലേവേഴ്സാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഷോപ്പിൽ പോയാൽ തന്നെ അവർ ചോദിക്കും ഏതാണ്. പെപ്പർ ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, മറ്റേ റെഡ് ചില്ലി ഉണ്ട്, അങ്ങനെ ഏത് ടൈപ്പ് ആക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നോർമൽ ടൈപ്പാണ്, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന. പക്ഷേ ഇന്നതെന്നില്ല, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു ടൈപ്പാണ്. അത് ആദ്യം തന്നെ നമ്മൾ ഗാർലിക്കും പച്ചമുളകും പിന്നെ കൊറിയാൻഡർ ലീവ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ഞാൻ ഇട്ടത് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഇട്ടത് സോയാ സോസാണ്, അതും ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കുറച്ചിട്ടിടുക. ഇത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇടാം. ഓക്കെ, നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഫ്ലേവേഴ്സ് മാറ്റാം. പിന്നെ ഞാൻ ഒഴിക്കുന്നത് കേടാണ്. അധികം പുളിപ്പില്ലാത്ത കേട് ഒരു 2 സ്പൂൺ ഒഴിച്ചാൽ മതി. 1 സ്പൂൺ ചില്ലി പൗഡറും പിന്നെ ഒരു മുടിയിൽ തന്നെ വിനീഗറും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയത്. ഇനി ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതാ ലെഗും തൈസും കൂടിയിട്ടുള്ളൊരു നമ്മൾ അൽഫാമിനൊക്കെ കട്ട് ചെയ്യുന്ന പീസ് എടുത്തിട്ടുണ്ട് 2. പിന്നെ ഒരു ടോട്ടൽ 3 പീസ് ഇതുപോലെ കട്ട് ചെയ്തതാണ് എടുത്തത്. ഇനി നമുക്കിതിനൊക്കെ ലൈൻ ഇട്ട് കൊടുക്കാം. കത്തി എടുത്തിട്ട് നന്നായിട്ട് എല്ലാ സൈഡും ലൈൻ ഇടുക. അതിന് എന്നാലേ മസാല നല്ലോണം ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. എല്ലാ പീസിനും നമുക്കിതുപോലെ തന്നെ എല്ലാ സൈഡും ലൈൻ ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച മസാല ചിക്കൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല മസാലയിലേക്ക്, പിന്നെ ചിക്കനെ പിടിക്കൂല. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് തൈര് ഇട്ടുകൊണ്ടാണ് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആയത്. ഇനി നന്നായിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കണം. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നമ്മൾ ആ ലൈൻസ് ഇട്ട് കൊടുത്തില്ലേ ചിക്കൻ്റെ, ആ ലൈൻസിൻ്റെ ഉള്ളിലും എല്ലാം ആവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ഈ മസാല ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ചിക്കൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇതിൻ്റെ മേലെ തന്നെ ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചിക്കൻ എന്ത് ചെയ്യാം, ഫ്രിഡ്ജിലേക്ക് കുറച്ച് സമയം കീപ്പ് ചെയ്ത് വെക്കാം മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസും ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് പാനിലും ചെയ്യാവുന്നതാണ്, ഈസിയാണ്. പാനിലും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മഷ്റൂംസ് എടുത്തിട്ടുണ്ട്. മഷ്റൂംസ് ഒരു 3-4 മഷ്റൂംസ് ഞാൻ എടുത്തിട്ടുണ്ട്. മഷ്റൂംസ് നല്ലതാണ്. പിന്നെ ഈ മഷ്റൂംസ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്കൊരു ഡൗട്ടാണ്, ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. ലാസ്റ്റാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ മേലിലുള്ള ഈ ഒരു സ്കിന്ന് പോക്കണമെന്നുള്ളത്. അങ്ങനെ വെച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. അതിന് മുന്നേ ഞാൻ 2-3 റെസിപ്പി ചെയ്തപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല.
മേലെയുള്ള സ്കിന്ന് പീൽ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നുമില്ല, മേലെയൊരു ചെറിയൊരു ലെയർ ഓഫ് സ്കിൻ ഉണ്ടാവും, അത് ജസ്റ്റ് പീൽ ചെയ്താൽ മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ ഇത്രത്തോളം മഷ്റൂം എടുത്തിട്ടുണ്ട്, കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, കുറച്ചല്ല ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അത് ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്, അതും ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ എടുത്തത് ബ്രിഞ്ചാളാണ്, ചെറിയ ബ്രിഞ്ചാൾ, അതും കട്ട് ചെയ്തത്. ചെറിയ ബ്രിഞ്ചാളായതുകൊണ്ട് ഞാനൊരു 4 പീസേ ആക്കിയിട്ടുള്ളൂ ഒന്നിനെ. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെച്ച ചിക്കനെ എടുക്കാം. ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, മസാല ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് പിടിപ്പിച്ച് വെക്കാം. ഇനി നേരെ എയർ ഫ്രയർ എടുക്കുന്നു, അതിൽ ബട്ടർ പേപ്പർ വിരിക്കുന്നു. നമുക്ക് ചിക്കനെ അടുക്കി വെക്കാം. ചിക്കൻ വെക്കുമ്പോൾ എയർ ഫ്രയറിൽ എന്ത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിട്ട് വെക്കണം. ലൈക്ക് കൺജസ്റ്റഡ് ആക്കിയിട്ട് വെക്കാൻ പാടില്ല. അതിനെ നന്നായിട്ട് പരത്തി എല്ലാ സൈഡും വെക്കണം. കൺജസ്റ്റഡ് ആയിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പാടില്ല. നമുക്ക് 2 ബാച്ചസ് ആയിട്ടൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ ഇതാകെ 3 ചിക്കൻ പീസേ ഉള്ളൂ, അതുകൊണ്ട് ഈ ഒരു ബാച്ച് തന്നെ കഴിയും. അപ്പം ഞാനത് 3ഉം നല്ല രീതിയിൽ തന്നെ വിട്ട് വെച്ചിട്ടുണ്ട്, എന്നാലേ നന്നായിട്ട് കുക്ക് ആവുകയുള്ളൂ. ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ എയർ ഫ്രയറിലേക്ക് കയറ്റാം. എൻ്റെ എയർ ഫ്രയറിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ചിക്കൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വരുന്നത് 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ആണ് വരുന്നത്. 200 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ്. ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിടണോ എന്ന് ജസ്റ്റ് നോക്കാം. ഇടയ്ക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ബാക്കി വന്ന മസാലയിലേക്ക് ഞാൻ ബാക്കിയുള്ള വെജീസ്, നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജീസൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി മസാല പിടിപ്പിക്കുക. അതിലത്തേക്ക് എന്തെങ്കിലും ഉപ്പോ പെപ്പർ പൗഡർ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഗ്രിൽ ചെയ്യാം. ഇതാ 20 മിനിറ്റ്സ് ഞാൻ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ചിക്കൻ കിട്ടിയത്. 20 മിനിറ്റ്സ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓൺ ആക്കിയപ്പോൾ ഇങ്ങനെയാണ് ചിക്കൻ ഉള്ളത്. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ചിക്കനായി വന്നിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യണം, മറ്റേ സൈഡും കൂടി ഒന്ന് ഗ്രില്ലാക്കി എടുക്കണം. എയർ ഫ്രയറിൽ മറ്റേ സൈഡ് ഗ്രില്ലാവില്ല, അപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ടൊന്ന് ഗ്രില്ലാക്കി കൊടുക്കണം. കുക്കായിന് ഓൾറെഡി, പക്ഷെ ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ സൈഡും കൂടി ഒന്ന് ഇതേപോലെ തന്നെ ഞാൻ വെക്കുന്നത്. പിന്നെ നേരത്തെ നമ്മൾ വെജീസ് ഇട്ടപ്പോൾ എന്നോട് തെറ്റിപ്പോയത്, നമ്മൾ പൊട്ടറ്റോസ് വേറെ തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ പൊട്ടറ്റോസിന് നല്ല കുക്കിംഗ് ടൈം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ മറിച്ചിട്ട സമയത്ത് തന്നെ നമുക്ക് ഈ മസാല പെരക്കി വെച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ലെയർ ചെയ്യാൻ പാടില്ല, പരത്തി വെക്കണം. അതിന് മേലെ ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 15 മിനിറ്റാണ് ഞാൻ വെച്ചത്, 200 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ നല്ല മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചിക്കൻ മാറ്റി വെക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടില്ല, അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് വെജിറ്റബിൾസ് ഇടുന്ന ടൈമിലും ഉരുളക്കിഴങ്ങ് നമുക്കൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ബാക്കി വെജിറ്റബിൾസും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് വെക്കുമ്പോൾ ഞാനൊന്നും കൂടി പറയാണ്, ലെയറായി പോകാൻ പാടില്ല. നമ്മൾ പരത്തി അതിന് സ്പേസ് കൊടുത്ത് ഓരോന്നിനും ഇങ്ങനെ സ്പേസ് കൊടുത്തിട്ട് ചെയ്യണം, ഓറൽസ് അത് കുക്കാകത്തില്ല.
അപ്പോൾ ഞാൻ ഓരോ വെജിറ്റബിൾസും ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 200 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് തന്നെ ഞാൻ പിന്നെയും കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊരു ഗ്രില്ല് ടൈപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി മറിച്ചിടണം. അതിൽ നിന്ന് പൊട്ടറ്റോസ് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ടിട്ട് നമുക്ക് ബാക്കി വെജിറ്റബിൾസ് കുറച്ച് സമയം, ഞാനൊരു 10 മിനിറ്റ്സ് എങ്ങാനും വെച്ചിട്ടുണ്ട്. അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പൊറോട്ടയാണ് തയ്യാർ ചെയ്തത്. നിങ്ങൾക്ക് കുബൂസോ പിന്നെ വേറെ ചപ്പാത്തി ഓർ പത്തിരി എന്ത് വേണമെങ്കിൽ നമുക്കിതിൻ്റെ പുറം കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇതിന് വലിയ പണിയുമില്ല, സിമ്പിളാണ്. നിങ്ങളുടെ അടുത്ത് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ. പാനിലാണെങ്കിലും സെയിം ലൈക്ക് പാനിൽ നമുക്ക് മൂടി വെച്ച് ചെറിയ തീയിൽ വെച്ചാൽ മതി. വെള്ളം വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്താൽ മതി, വറ്റിച്ചാൽ മതി. ലാസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ച് വറ്റിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. അതിന് കുറച്ച് ഗ്രേവിയും കിട്ടും. അപ്പോൾ അതൊന്നും കൂടിയും ടേസ്റ്റി ആയിരിക്കും. എയർ ഫ്രയർ ഉള്ളവർക്ക് ഇങ്ങനെ ആക്കിയാൽ ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതാ ചിക്കൻ നോക്ക് നല്ല സോഫ്റ്റായിട്ടും പൊരിഞ്ഞ് വന്നിട്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സെയിം ലൈക്ക് ചിക്കൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വെജിറ്റബിൾസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ ബൈ.